ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ ദീപാവലിയോടനുബന്ധിച്ചിട്ട് വാവ് വാണിഭം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിനെപ്പറ്റി കുറച്ച് പറയാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പണ്ട് മുതലേ പൊന്നാനി ഇങ്ങനെ ഒരു വാണിഭം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ ഇപ്പോഴും തുടർന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്താ വെച്ചാൽ കാച്ചിൽ, ചേമ്പ്, കാവത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളില്ല, അതാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ മൺചട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതുണ്ടാവും. പിന്നെ അതേപോലെ കൈക്കോട്ട്, മടാള്, എന്താ പറയുക, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ ഉണ്ടാവുക. മഴു ഇങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ തായകളുണ്ടല്ലോ, നല്ല മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തായകൾ, അതൊക്കെ ഭയങ്കര ലാഭത്തിൽ കിട്ടും കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇത് വാങ്ങാനായിട്ട് ഇങ്ങനത്തെ ഈ സമയത്ത് ഇവിടെ എത്തും എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ പണ്ട് പതിർവാണിഭം കൂടി ഉണ്ടായിരുന്നു അവിടെ. എന്താ വെച്ചാൽ പതിർവാണിഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിരുണ്ടല്ലോ, നെല്ല് ഇതായിട്ടുള്ള പതിര്, ആ പതിര് കൊടുത്താൽ നമുക്ക് മത്സ്യം ഇങ്ങോട്ട് തരും, മീൻ ഇങ്ങോട്ട് തരും. അങ്ങനെയുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടാവാറുണ്ട് അവിടെ. ഇതൊക്കെയാണ് നമ്മളുടെ ഈ വാണിഭത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ വാവ് വാണിഭത്തിൻ്റെ. അപ്പോൾ നമുക്ക് എന്നാലിനി അത് പോയി കണ്ടാലോ? ഇനി അവിടെ പോയിട്ട് നമുക്ക് എല്ലാതും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.